നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് സൂര്യൻ അഥവാ സൂര്യഭഗവാൻ വൃശ്ചികം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ്. ആ പ്രവേശനം ഏതൊക്കെ രാശിക്കാർക്ക് ഗുണകരമായി വരും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം ഈ രാശിക്കാർക്ക് ഭാഗ്യമുണ്ടാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സൂര്യന്റെ അനുഗ്രഹങ്ങളും ശുഭകരമായ ഈ ഫലങ്ങളും ഇവർക്ക് ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ സൂര്യസംക്രമണം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണമുണ്ടാവുക ജീവിതത്തിൽ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ കുടുംബങ്ങളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ശക്തയ പൂജയും പുഷ്പാഞ്ജലിയിലും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുവാൻ താഴെ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക. എന്തായാലും ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. സൂര്യന്റെ ഈ രാശിമാറ്റം കർക്കടം അഥവാ കർക്കടക്കൂറിൽ വരുന്ന പുണർന്നതിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം ചേർന്ന കർക്കടക്കൂറുകാർക്ക് വളരെയധികം ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട്. കാരണം കർക്കടം സൂര്യന്റെ രാശിമാറ്റത്തിലൂടെ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടും. അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അഥവാ കായിക രംഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് സൂര്യഭഗവാന്റെ വൃശ്ചികം രാശിയിലേക്കുള്ള ഈ ഒരു സംക്രമണം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും കർക്കടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാൻ ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്തതായിട്ട് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്തരത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് സൂര്യന്റെ ഈ വൃശ്ചികം രാശിയിലേക്കുള്ള പ്രവേശനം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുത്തരും എന്നുള്ളതും കുടുംബവുമൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ കരിയറിൽ നല്ല മാറ്റം ഉണ്ടാവും, നല്ല ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതും കൂടി ഈ സൂര്യന്റെ ഈ രാശിമാറ്റത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബഹുമാനം, അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ പലതും നിങ്ങളെ തേടിയെത്തും. എന്തായാലും ഈ ചിങ്ങൻ രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാൻ അരുൾ ചെയ്തു മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തായിട്ട് കന്നി രാശിയാണ്. കന്നി രാശിയിൽ വരുന്ന ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ അരഭാഗം ചേർന്ന കന്നിക്കൂറുകാർക്ക് ഈ സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് മാറിയതോട് കൂടിയിട്ട് സംഭവിക്കാൻ പോകുന്ന ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. കന്നിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിത പുരോഗതി ഉണ്ടാവും. അതുപോലെ യാത്രകൾ ചെയ്യാൻ അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നത്. യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ധനവർദ്ധനവും ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മീയ കാര്യത്തിൽ എല്ലാം നിങ്ങൾ മുന്നിലെത്തും എന്നുള്ളതാണ്. ആത്മീയ വാസന നല്ല നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും സൂര്യഭഗവാന്റെ വൃശ്ചികം രാശിയിലേക്കുള്ള ഈ മാറ്റം കൊണ്ട് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയരങ്ങളിൽ എത്തിക്കുകയും ചില നിമിഷങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം പച്ച പിടിക്കുന്നതായിട്ട് അനുഭവത്തിൽ വരുന്നതുമായിരിക്കും. എന്തായാലും ഈ 12 രാശിക്കാരിലും സൂര്യഭഗവാന്റെ ഈ ഒരു മാറ്റം ചലനം ഉണ്ടാക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ്. ചിലർക്ക് അത് ദോഷമായിട്ടും വരികയും ചെയ്യും. എന്തായാലും ദോഷം വരുന്നവരും ഗുണം വരുന്നവരും ഭഗവാനെ പ്രാർത്ഥിക്കുക. ദോഷം കാഠിന്യമുള്ളവർ ഭഗവാന്റെ പ്രാർത്ഥന കൊണ്ട് കാഠിന്യം കുറച്ച് സൗഭാഗ്യങ്ങൾ നേടാനും ഗുണമുള്ളവർക്ക് അത് വർദ്ധിക്കാനും ഇടവരും എന്നുള്ളത് തീർച്ചയുള്ള കാര്യമാണ്. എന്തായാലും
നിങ്ങൾ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വദോഷങ്ങളും നീങ്ങി സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്തായാലും ഇതൊരു പൊതുവെയുള്ള ഫലമാണ്. അത് നിങ്ങൾ ആ രീതിയിൽ കാണുക. നിങ്ങളുടെ ജാതകം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഗണിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഓരോ ഗ്രഹങ്ങളും മാറുമ്പോഴുള്ള ഗുണദോഷങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുന്നതായിരിക്കും. ഓരോ ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ആ ഗ്രഹമാറ്റം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലായിരിക്കും പലർക്കും അനുഭവപ്പെടുക എന്നുള്ളതാണ്. ചിലർക്ക് സാമ്പത്തികമായ ഗുണങ്ങൾ ഉണ്ടാക്കും, ചിലർക്ക് ശാരീരികമായ ഉന്മേഷവും ഉണർവും ഉണ്ടാക്കും. അതുപോലെ തന്നെ ചിലർക്ക് ജോലിയിൽ ബിസിനസ്സിൽ ഒക്കെ വിജയങ്ങൾ ഉണ്ടാക്കും. അത് പലതരത്തിലായിരിക്കും പലരെയും എഫക്റ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന കുടുംബക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ എല്ലാ മാസവും കറുത്ത വാവിന് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കൂടുതൽ ജാതക വിശകലനം ആവശ്യമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം. പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണും വരെ.